Hello everyone. Today we will learn some advantages and disadvantages of friction. So let us recall some experience in our day-to-day life. Is it easier to hold an earthen pot? അതായത് നമുക്കൊരു മൺപാത്രം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഈസിയാണോ? ഈസിയാണല്ലേ? സോ വി ക്യാൻ ഈസിലി ഹോൾഡ് ആൻ earthen pot, but it is difficult to hold a glass tumbler as it is likely to be slip. ഒരു earthen pot ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്, പക്ഷെ ഒരു ഗ്ലാസ് ടംബ്ലർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അത്ര ഈസി അല്ല. ചിലപ്പോൾ അത് സ്ലിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ഗ്ലാസ് ടംബ്ലർ ഈസ് ഗ്രീസി, വുഡ് ഇറ്റ് ബിക്കം ഈസിയർ ഓർ മോർ ഡിഫിക്കൽട്ട് ടു ഹോൾഡ് ഇറ്റ്? സപ്പോസ് ഗ്ലാസിൻ്റെ പുറം ഭാഗത്ത് വല്ല ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ ഈസി ആയിരിക്കുമോ അതോ പാടായിരിക്കുമോ? മോർ ഡിഫിക്കൽട്ടായിരിക്കും. Similarly, it is not at all easy to walk at the muddy track due to its smooth surface. അതുപോലെ തന്നെയാണ് ഒരു മഡി ട്രാക്കിൽ നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഡ്യൂ ടു ഇറ്റ്സ് സ്മൂത്ത് സർഫസ്. കാരണം അവിടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. സ്മൂത്ത് സർഫസിൽ എപ്പോഴും ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. You must have also experienced that you slip when you accidentally step banana peel. അതായത് നിങ്ങൾ അറിയാതെ പഴത്തൊലിയിൽ ചവിട്ടിയാൽ എന്തു പറ്റും? സ്ലിപ്പാകും. സോ അത് എന്തായിരിക്കും കാരണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. അത് സ്മൂത്ത് സർഫസ് ആണ്. സോ സ്മൂത്തായിട്ടും വെറ്റായിട്ടുള്ള സർഫസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പം ഡിഫിക്കൾട്ടായിരിക്കും വോക്ക് ചെയ്യാൻ വേണ്ടി. സോ അതുകൊണ്ടാണ് സ്ലിപ്പായി പോകുന്നത്. Thus, from our experience, we understand that friction is necessary in some situation. So, let us look at some advantages of friction. Friction helps us to hold an object. So, the friction between the palm and the bottle acts in the upward direction and it helps to hold the object. അതായത് ഒരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കും ആ ഒബ്ജക്റ്റിന് ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. അത് അപ്വേർഡ് ഡയറക്ഷനിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഫ്രിക്ഷൻ കാരണമാണ് ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് us to hold an object. Another advantage is it helps to walk. So when we walk, we push the ground. So the friction between the shoes and the ground provides necessary grip and pushes us forward. അതായത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. സോ വെൻ വി വോക്ക് വി പുഷ് ദ ഗ്രൗണ്ട്. അതായത് നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രൗണ്ടിൽ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഷൂസ് ആൻഡ് ദ ഗ്രൗണ്ട് പ്രൊവൈഡ്സ് നെസസറി ഗ്രിപ്പ്. അതായത് നമ്മുടെ ഷൂവിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. ഈ ഫ്രിക്ഷനാണ് നമുക്ക് ഒരു ഗ്രിപ്പ് തരുന്നത്. സോ ഫ്രിക്ഷൻ ഹെൽപ്സ് us to walk. Look at some more advantages of friction. ഫ്രിക്ഷൻ ഓൾസോ ഹെൽപ്സ് ടു റൈറ്റ്. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. സോ നമ്മൾ ബോർഡിൽ എഴുതുവാണെങ്കിൽ ചോക്കിനും ബോർഡിനും ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. സോ ഈ ഫ്രിക്ഷൻ കാരണം നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. സോ യു കുഡ് നോട്ട് റൈറ്റ് ദ പെൻ ഓർ പെൻസിൽ ഇഫ് ദർ വെർ നോ ഫ്രിക്ഷൻ. അതായത് ഒരു ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് പേന ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചോ എഴുതാൻ വേണ്ടി പറ്റത്തില്ല. സോ ഫ്രിക്ഷൻ അവിടെ നെസസറി ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റൈഡ് വെഹിക്കിൾ. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ടയറിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. അതുമൂലമാണ് നമുക്ക് വെഹിക്കിൾ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ യു കനോട്ട് ഫിക്സ് എ നെയിൽ. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഒരു ആണി അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആണി ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കത്തില്ല. സോ ഫ്രിക്ഷൻ ഈസ് യൂസ്ഫുൾ ഇൻ മെനി വേയ്സ്. സംടൈംസ് ഫ്രിക്ഷൻ ഈസ് ആൻ ഈവിൾ. ഇറ്റ് വെയർസ് ഔട്ട് ദ മെറ്റീരിയൽ. അതായത് നമ്മൾ കുറച്ച് നാൾ ഷൂസൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അതിൽ കുറച്ച് തേയ്മാനമൊക്കെ സംഭവിക്കുന്നത് അല്ലേ? ഇത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കാരണമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഷൂസിന് മാത്രമല്ല ബോൾ ബെയറിങ്ങിനും സ്ക്രൂവിനും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. സോ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് വെയർസ് ഔട്ട് ദ മെറ്റീരിയൽസ്. അനദർ വൺ, ഫ്രിക്ഷൻ ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് ഹീറ്റ്. ഫ്രിക്ഷൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, വെൻ യു റബ് യുവർ പാംസ് ടുഗദർ ഫോർ ഫ്യൂ മിനിറ്റ്സ്, ഹൗ ഡു യു ഫീൽ? അതായത് നിങ്ങൾ കുറച്ച് നേരം കൈ റബ്ബ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? വാമായിട്ട് ഫീൽ ചെയ്യും. അതായത് അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. സോ ഫ്രിക്ഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ്. യു മൈറ്റ് ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ജാർ ഓഫ് എ മിക്സർ ബിക്കം ഹോട്ട് വെൻ ഇറ്റ് ഈസ് റൺ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്.
അതായത് നിങ്ങൾ മിക്സിയിൽ എന്തെങ്കിലും അരച്ചതിന് ശേഷം ആ ജാറിൽ തൊട്ട് നോക്കുമ്പോൾ എന്താ അനുഭവപ്പെടുന്നത്? ഒരു ഹീറ്റ് അല്ലേ, ഒരു ചൂട് അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കാരണമാണ് അവിടെ ഹീറ്റ് ഉണ്ടായത്. Similarly, when a machine is operated, heat generated causes much wastage of energy. അതുപോലെ തന്നെയാണ് ഏതൊരു മെഷീനും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അത് കാരണം ഒരുപാട് എനർജി വേസ്റ്റേജ് അവിടെ ഉണ്ടാകുന്നു. സോ ഇതും ഒരു ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. We learn the advantage and the disadvantage of friction. In some cases, we need to increase or reduce friction. Let us discuss how to increase and reduce friction. Have you ever thought why your shoes and tires are grooved? അതായത് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ടയറിലും ഷൂയിലും ഒക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഡൺ ടു പ്രൊവൈഡ് ദ ബെറ്റർ ഗ്രിപ്പ് ഓൺ ദ ഗ്രൗണ്ട്. ഇങ്ങനെ പാറ്റേൺസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രൂവ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബെറ്റർ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ഫ്രിക്ഷൻ കൂട്ടാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടയേഴ്സിലും ഷൂസിലും ഒക്കെ ഇങ്ങനെ ഗ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷൻ കൂടും. അതുവഴി നമുക്ക് ബെറ്റർ ഗ്രിപ്പ് കിട്ടും. ഓക്കെ, വി ഡെലിബറേറ്റ്ലി ഇൻക്രീസ് ഫ്രിക്ഷൻ ബൈ യൂസിങ് ബ്രേക്ക് പാർട്സ് ഇൻ ദ ബ്രേക്ക് സിസ്റ്റം ഓഫ് ബൈസൈക്കിൾസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. അതായത് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഓട്ടോമൊബൈൽസിലും സൈക്കിളിലും എല്ലാം ബ്രേക്ക് പാർട്സ് വെക്കുന്നു. സോ വെൻ യു പ്രസ് ദ ബ്രേക്ക് ലിവർ, these pads arrest the motion of the rim due to friction. അതായത് നമ്മൾ ബ്രേക്ക് ലിവർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്രേക്ക് പാഡ്സ് റിമ്മിൻ്റെ മോഷനെ തടസ്സപ്പെടുത്തുന്നു. ഫ്രിക്ഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ദ വീൽ സ്റ്റോപ്സ് മൂവിങ്. കബഡി പ്ലെയേഴ്സ് മണ്ണ് ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അവർക്കൊരു ബെറ്റർ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ കൂടും, ബെറ്റർ ഗ്രിപ്പ് കിട്ടുകയും ചെയ്യും. In many situations, friction is undesirable, so it is necessary to minimize it. ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഇനി എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. You must have played the game of carom. So you sprinkle powder on the carom board to reduce friction, so the striker and the carom coins move smoothly on the board. അതായത് നിങ്ങളെല്ലാവരും ക്യാരംസ് കളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ക്യാരംസ് കളിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു പൗഡർ അതിൽ സ്പ്രിങ്കിൾ ചെയ്യും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ. സോ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും, ഫ്രിക്ഷൻ കുറയുമ്പോഴത്തേക്കും ആ സ്ട്രൈക്കറും ബാക്കിയുള്ള കോയിൻസും ഒക്കെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പൗഡർ അവിടെ വിതറുന്നത്. സോ പൗഡർ വിതറുമ്പോഴത്തേക്കും അവിടെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. Sometimes it is difficult to open the doors. In such situation, we use a few drops of oil which reduces the friction and make the movement of the door smooth. അതായത് ചില നേരത്തൊക്കെ ഡോറൊക്കെ തുറക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. സോ ആ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഓയിൽ കൊണ്ട് അപ്ലൈ ചെയ്യും. സോ അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫ്രിക്ഷൻ റെഡ്യൂസ് ആകും. പിന്നെ സ്മൂത്തായിട്ട് നമുക്ക് ഡോർസൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓയിലും യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? ഫ്രിക്ഷൻ റെഡ്യൂസ് ആകും. ഓയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഗ്രീസ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ മെഷീൻസൊക്കെ ആണെങ്കിൽ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മൂവിങ് പാർട്സുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ വളരെ കൂടും. സോ അതിൻ്റെ എഫിഷ്യൻസി കുറയും. ആ സമയത്ത് നമ്മൾ എന്തെടുക്കും? ഗ്രീസ് അപ്ലൈ ചെയ്യും. സോ ഗ്രീസ് അപ്ലൈ ചെയ്യുവാണെങ്കിലും ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. സോ എഫിഷ്യൻസി കൂടുകയും ചെയ്യും. Oil, grease, etc. are called lubricants. So what is a lubricant? The substances which reduce friction are called lubricants. ഫ്രിക്ഷൻ കുറയ്ക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓയിൽ, ഗ്രീസ്, ഇതൊക്കെ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾസ് ആണ്. Move on to the another method. It is difficult to move heavy suitcase, but the same suitcase can be moved easily. It is provided with wheel. അതായത് ഹെവി ആയിട്ടുള്ളൊരു സ്യൂട്ട് കേസ് മൂവ് ചെയ്യിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ സെയിം സ്യൂട്ട് കേസ് തന്നെ അതിൽ വീല് വെക്കുവാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ ഈസിയാണ്. സോ വീൽസ് റെഡ്യൂസസ് ഫ്രിക്ഷൻ. അതായത് വീൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അവിടെ ഏത് ഫ്രിക്ഷനാണ് വരുന്നത്? റോളിംഗ്. വീൽസ് ഉപയോഗിക്കുമ്പോൾ റോളിംഗ് ഫ്രിക്ഷനാണ് വരുന്നത്. സോ റോളിംഗ് എന്ന് പറയുന്നത് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യും. ആൻഡ് ബോൾ ബെയറിംഗ് ഈസ് ഓൾസോ റെഡ്യൂസ് ഫ്രിക്ഷൻ. അതായത് ബോൾ ബെയറിംഗ് ഉപയോഗിക്കുകയാണെങ്കിലും ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദ ക്ലാസ്. ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്?
ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസും പഠിച്ചു, ഡിസഡ്വാൻറ്റേജസും പഠിച്ചു. ആദ്യം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ഫ്രിക്ഷൻ കാരണമാണ് നടക്കാൻ, ഒരു ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ, റൈറ്റ് ചെയ്യാൻ, മാച്ച് സ്റ്റിക്ക് കത്തിക്കാൻ ഇതൊക്കെ പറ്റുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്താണ് ഫ്രിക്ഷൻ്റെ? ഫ്രിക്ഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ്. ഫ്രിക്ഷൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ വിയർ ആൻഡ് ടിയർ ഔട്ട് ഓഫ് ദ മെറ്റീരിയൽസ്. അതിനുശേഷം ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനുമുള്ള മെത്തേഡ്സ് പഠിച്ചു. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.